നമസ്കാരം. നമ്മൾ NCERTയിലെ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ എന്ന ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ വിവിധ തരം എക്സിക്യൂട്ടീവുകൾ. അപ്പം എക്സിക്യൂട്ടീവിനെ മൂന്നായിട്ട് തരംതിരിക്കാം. പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, പാർലമെന്ററി വ്യവസ്ഥ. പ്രസിഡൻഷ്യൽ, അർദ്ധ പ്രസിഡൻഷ്യൽ, പാർലമെന്ററി വ്യവസ്ഥ. പ്രസിഡൻഷ്യൽ വ്യവസ്ഥ ഒരു വ്യക്തിയുടെ നേതൃത്വം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയ വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും പാർലമെന്ററി വ്യവസ്ഥയും കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കൂട്ടായ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പാർലമെന്ററി വ്യവസ്ഥ, അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയോ ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാനമാക്കിയ വ്യവസ്ഥയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥ. എന്തൊക്കെയാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ, പ്രസിഡന്റ് ആയിരിക്കും രാഷ്ട്രത്തലവനും ഭരണത്തലവനും. അപ്പോൾ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ ഒരു വ്യക്തിയുടെ നേതൃത്വത്തെ അടിസ്ഥാനമാക്കിയ വ്യവസ്ഥയാണ്. അപ്പോൾ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ ഭരണത്തലവനും രാഷ്ട്രത്തലവനും ഒരാൾ തന്നെയായിരിക്കും. അപ്പോൾ ഭരണത്തലവനും രാഷ്ട്രത്തലവനും ഒരാൾ തന്നെയായിരിക്കും. സാധാരണഗതിയിൽ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഭരണത്തലവനും രാഷ്ട്രത്തലവനും ഒരാളാണ്. അപ്പം പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പം പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. അപ്പം പ്രസിഡന്റാണ് രാഷ്ട്രത്തലവൻ, അദ്ദേഹം തന്നെയായിരിക്കും ഭരണത്തലവനും. സാധാരണഗതിയിൽ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. ഇനി കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും കൂട്ടായ നേതൃത്വം. ഒരു വ്യക്തിയുടെ നേതൃത്വമാണെങ്കിൽ പ്രസിഡൻഷ്യൽ, കൂട്ടായ നേതൃത്വമാണെങ്കിൽ പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡന്റ് ആയിരിക്കും രാഷ്ട്രത്തലവൻ, ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഇതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അപ്പം അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം പ്രസിഡന്റ് രാഷ്ട്രത്തലവനായിരിക്കും, ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും, പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. പക്ഷെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. കൂട്ടായ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് പാർലമെന്ററി വ്യവസ്ഥ. കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പാർലമെന്ററി വ്യവസ്ഥയിൽ സാധാരണയായി ഭരണത്തലവൻ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി എന്നാണ്. ഭരണത്തലവൻ പ്രധാനമന്ത്രി എന്നാണ്. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. അപ്പം നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. രാഷ്ട്രത്തലവൻ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആകുന്നു. അപ്പോൾ രാജാവാണോ പ്രസിഡന്റ് ആണോ ഉള്ളതെങ്കിൽ അയാളായിരിക്കും രാഷ്ട്രത്തലവൻ. അപ്പം പാർലമെന്ററി വ്യവസ്ഥയിൽ സാധാരണ ഭരണത്തലവൻ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി എന്നാണ്. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. രാഷ്ട്രത്തലവൻ രാജാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. അപ്പോൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലും പാർലമെന്ററി വ്യവസ്ഥയും അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായവും കൂട്ടായ നേതൃത്വത്തിലും ആയിരിക്കും. അപ്പോൾ 3 തരം എക്സിക്യൂട്ടീവ്: പാർലമെന്ററി വ്യവസ്ഥ, അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം, പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ഇവിടെ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലാണ് പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലും പാർലമെന്ററി വ്യവസ്ഥയും നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അപ്പോൾ അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്കയാണ് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക.
പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ബ്രസീൽ. അപ്പോൾ അമേരിക്ക, ബ്രസീൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ബ്രസീൽ. പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. വാർത്ത പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്നു. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. അമേരിക്ക, ബ്രസീൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അമേരിക്ക, ബ്രസീൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയും ബ്രസീലും പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, പോർച്ചുഗൽ. അപ്പോൾ ഇതെല്ലാം നോട്ടാക്കുക. NCERT പോയിന്റ് ആണ്. അപ്പം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.